ഷാർജയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നിരവധി പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നു. നിരവധി എഴുത്തുകാരെ നമ്മൾ പരിചയപ്പെടുന്നു. അത്തരത്തിൽ ഒരു എഴുത്തുകാരിയെ മൈക്ക് മീഡിയയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മൈക്ക് മീഡിയയ്ക്ക്. മന്നത്ത് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം മന്നത്ത് ഗ്രൂപ്പിൻ്റെ മീഡിയ ഡയറക്ടറായ ഡോക്ടർ ആതിര കൃഷ്ണനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആശയുടെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടു. മലയാളത്തിൻ്റെ പ്രിയ താരം അനൂപ് മേനോനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലെ താരമായ ലക്ഷ്മി മേനോനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് ലക്ഷ്മി ഭാവം. ലക്ഷ്മി ഭാവത്തിന്റെ സന്തോഷത്തിലാണ് ആശ ഇപ്പോൾ. തീർച്ചയായിട്ടും രാവിലെ മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ കുറേ സമയം ഈ പ്രാവശ്യത്തെ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചിലവഴിച്ചത് ഇന്ന് തന്നെയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രം പങ്കെടുത്തൊരു ചടങ്ങായിരുന്നു. അനൂപേട്ടൻ വന്നത് വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. അത് അറിയാലോ, സാറിൻ്റെ ഒരു സമ്മാനമായിരുന്നു. പുസ്തക സാറിന് എത്താൻ കഴിഞ്ഞില്ല. സാർ അനൂപേട്ടനെ വിട്ടിട്ടാണ് ആ ഒരു സന്തോഷം അറിയിച്ചത്. അനൂപേട്ടൻ വന്നു വളരെ ഭംഗിയായിട്ട് പുസ്തക പ്രകാശനം ചെയ്തു. പുസ്തകം മിഥുൻ ചേട്ടൻ ഏറ്റുവാങ്ങി. ലക്ഷ്മിയുടെയും എൻ്റെയും പ്രസൻസിൽ അത് നടന്നു. ആദ്യ കോപ്പി പ്രിൻസ് സാർ ഏറ്റുവാങ്ങി. അങ്ങനെ എന്താ പറയുക, വളരെ സന്തോഷം നിറഞ്ഞ കുറേ സമയങ്ങളായിരുന്നു രാവിലെ എനിക്കുണ്ടായത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ലക്ഷ്മി ഭാവം ഏറ്റവും കൂടുതൽ വായിച്ച ഒരാൾ ഞാനാണ്. കാര്യം ഇതിൻ്റെ തുടക്കം മുതൽ എനിക്ക് വളരെ സന്തോഷം. എനിക്കും ഈ പുസ്തകത്തിൽ കുറച്ച് വരികൾ കുറിക്കാൻ പറ്റി എന്നുള്ളതാണ്. ആ ഒരു ദൗത്യം കൂടി എന്നെ ഏൽപ്പിച്ചിരുന്നു. അത് ഞാൻ ചെയ്തു. മാത്രമല്ല, ഇത് ആശ എഴുതിയ പുസ്തകമാണെങ്കിലും ഒരു വലിയ ടീം വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. ആശയോട് സംസാരിച്ചൊരു കാര്യമാണ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ നിർമ്മിക്കുന്നു, അത് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നു, അത് സക്സസ് ആവുന്നത് അത് വായിക്കുന്ന ആളുകൾ നമുക്ക് തരുന്ന ഫീഡ്ബാക്കാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് എത്രത്തോളം സന്തോഷവതിയാണ്. ഇത് 6ാമത്തെ പുസ്തകമാണ്. 6ാമത്തെ പുസ്തകമാണ്. പക്ഷേ ഈ ബുക്കിൻ്റെ കാര്യത്തിൽ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, ഇത് ലക്ഷ്മി സന്തോഷത്തോടെ ഇന്നിവിടെ വന്ന് ഈ പ്രകാശനത്തിന് സമയത്ത് എൻ്റെ കൂടെ നിന്നതാണ് ഇതിനകത്തുള്ള എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അത് 100 കണക്കിന് ആളുകൾ ഇത് വായിക്കുന്നതിനപ്പുറം, വായിക്കേണ്ടെന്നല്ല കേട്ടോ, വായിക്കുന്നതിനപ്പുറം ആ ലക്ഷ്മിയുടെ ആ ഒരു പ്രസൻസാണ് എന്നെ ഇന്ന് അത്രയും ഞാൻ ആ എടുത്ത എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടിയെന്ന്. അല്ല, എനിക്കറിയാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ആശ ഈ പുസ്തകം പൂർത്തിയാക്കിയത്. അപ്പോൾ അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ ആശ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചടങ്ങിൽ ചേട്ടനും പറഞ്ഞല്ലോ, ഞാൻ ആ കുറേ പ്രാവശ്യം അതിൻ്റെ പിന്നാലെ നടക്കി. കാരണം വേറൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമുക്ക് ഒരിക്കലും ഊഹിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ അവർ പറഞ്ഞു തരണം, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും വഴി അല്ലെങ്കിൽ നമ്മൾ ആ എക്സ്പീരിയൻസിൽ എവിടെയെങ്കിലും ഉണ്ടാവണം. അപ്പോൾ നമ്മളൊക്കെ ദുബായിലൊക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇന്നും അതിൻ്റെ നർമ്മഭാവങ്ങൾ ഒട്ടും ചോർന്നു പോവാതെ കൂട്ടുകാരും എല്ലാവരും എനിക്കിത് പറഞ്ഞു തന്നാൽ എത്രത്തോളം ഭംഗിയായിട്ട് എനിക്ക് എഴുതാൻ സാധിച്ചു എന്നുള്ളത് ലക്ഷ്മിയുടെ മുഖത്തു നിന്നാണ് ഞാൻ. ആശ ഈ പുസ്തക പ്രകാശനങ്ങളെ പറഞ്ഞു, മിനിയമ്മ നൽകിയ ഈ പറയുന്ന വിവരങ്ങൾ അതൊരു വലിയ ഇത് തന്നെയാണ് ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര മുതൽ അതൊരു സിനിമ കാണുന്ന പോലെ ആ ഒരു വിഷ്വൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ആശയുടെ എഴുത്ത്. ഈ എഴുത്തിൻ്റെ വഴിയിലേക്ക് എത്താനുള്ള കാരണം എന്തായിരുന്നു? എഴുത്തിൻ്റെ വഴിയിലേക്ക് എത്താനുള്ള കാരണം ലക്ഷ്മി തന്നെയാണല്ലോ. വേറെ അതല്ല, ഈ പുസ്തകം മാത്രമല്ല, തുടക്കം മുതൽ, അതായത് ഡിഗ്രി പഠനകാലം മുതലാണ്. ശരിക്കും ഡിഗ്രി പഠനകാലം മുതലല്ല എഴുതി തുടങ്ങിയത് ചെറുപ്പം തൊട്ടേ എഴുതുമായിരുന്നു. ചെറിയ ചെറിയ കവിതകളൊക്കെ ഇങ്ങനെ എഴുതും. കുഞ്ഞി കവിതകൾ, മിഠായി കവിതകൾ, അങ്ങനെയൊക്കെയാണ് തുടക്കം. എല്ലാ കവിതകളും ഇങ്ങനെ എഴുതി ഒരിടത്ത് ഇങ്ങനെ മാറ്റി ഒരു നോട്ട് ബുക്കിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഒട്ടിച്ചാണ് ഞാൻ കവിതകൾ ശേഖരിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ, സമ്മാനം കിട്ടുന്ന മിഠായി പൊതികൾ, ഇതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു കുഞ്ഞിലെ. പിന്നെ കോളേജിലേക്ക് എത്തിയപ്പോഴാണ് എൻ്റെ ഒരു HOD ആണ് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നതും. ഞാൻ പഠിച്ചത് അമൃതയിലാണ്. അവിടുന്ന് അവർ പുസ്തക പ്രകാശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ വളരെ കാര്യമായിട്ട് എനിക്ക് ചെയ്തു തന്നു. എൻ്റെ ആദ്യ പുസ്തകം എൻ്റെ എഴുത്തമ്മയ്ക്ക് അങ്ങനെയാണ് ഞാൻ പ്രകാശനം ചെയ്യുന്നത്. പിന്നീട് അതൊരു പ്രചോദനമായി, ഒരു ഉത്തരവാദിത്വമുള്ള ഒരാളായി മാറുന്നു എന്ന് എവിടെയൊക്കെ എനിക്കൊരു തോന്നലുണ്ടായി. പിന്നീട് ഞാൻ എഴുതുന്നതൊക്കെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അതൊക്കെ ഞാൻ തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ആ ഒരു എഴുത്ത്, അതായത് എഴുത്തമ്മയ്ക്ക് എന്നുള്ള പുസ്തകം എഴുതി കഴിഞ്ഞ അടുത്ത പുസ്തകം എന്ന് പറയുന്നത് കല്യാണമെല്ലാം കഴിഞ്ഞ് ഒരു പ്രവാസി ആയതിനു ശേഷം, അത് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 8 വർഷത്തിന് മുകളിലുള്ള ഗ്യാപ്പിന് ശേഷം ഇവിടെ വന്നിട്ട് ആണ് PK നിനക്ക് വേണ്ടി എന്നൊരു പുസ്തകം. ഒരു ചെറിയൊരു നോവലായിട്ട്, വളരെ ചെറിയൊരു പുസ്തകമാണ്. അതിവിടെ ദുബായിൽ നിന്ന് ഷാർജ ബുക്ക് ഫെയറിലല്ല, പുറത്തായിരുന്നു അത് പ്രകാശനം ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ട് വളരെ ഇതിനെ സീരിയസ് ആയിട്ട്, അതായത് എന്താ പറയുക, കവിതകളൊക്കെ എടുത്ത് പിന്നെയും പുസ്തകമാക്കാൻ തുടങ്ങിയത് ലിബിയോടൊപ്പം ചേർന്നതിന് ശേഷമാണ്. അത് 2019 ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2 പുസ്തകങ്ങൾ
മനോജ് കെ ജയനാണ് മനോജ് കെ ജയൻ മനോേട്ടനാണ്. മനോേട്ടനും പിന്നെ ഷാൻ ചേട്ടനും കൂടെ ചേർന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് മോൻ്റെ പ്രസൻസിൽ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടായിരുന്നു ആ പുസ്തകം. വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇന്നും. അതും ഈ ഇതിൻ്റെ എഴുതിയിട്ടുണ്ട്, ആശയുടെ ആ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്, മകനോടൊപ്പം ചേർന്ന് വേദി പങ്കിട്ട ആ സന്തോഷവും അനുഭവവും ഒക്കെ. ഒരു അമ്മയായതിനു ശേഷം ഞാൻ ഒരു പുസ്തകം വീണ്ടും പ്രകാശനം ചെയ്യുമ്പോൾ വളരെ അതിശയത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു മകൻ, 7 വയസ്സുകാരനായ ഒരു മകൻ എൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ ഇത് ഇങ്ങനെ വളരെ ആകാംക്ഷയോടും അവൻ്റെ കണ്ണിലൊരു അഭിമാനമൊക്കെ ഞാൻ അന്ന് എന്ത് അഭിമാനത്തിൻ്റെ അർത്ഥം തികച്ചറിയാത്തൊരു പ്രായത്തിൽ അവനത് അങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്കത്. എല്ലാ വായനക്കാരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ അത് പോകുന്നത്. എന്തുകൊണ്ടാണ് ലക്ഷ്മി എന്ന ആളിലേക്ക് ആശയുടെ ഒരു ആ പോയിന്റ് ഓഫ് വ്യൂ പോയത്? എന്തുകൊണ്ടാണ് ലക്ഷ്മിയിലേക്ക് തന്നെ ഈ ലക്ഷ്മിയെക്കുറിച്ച് പുസ്തകം എഴുതണമെന്നൊരു തീരുമാനം എടുക്കാൻ കാരണം? അത് ഇന്ന് ഞാൻ വേദിയിൽ പറഞ്ഞായിരുന്നു. ഞാൻ ഈ വർഷത്തെ പുസ്തകം എഴുതണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കവെയാണ് ഞാൻ ഒന്നിലോട്ടും എൻ്റെ മനസ്സങ്ങനെ ഉറക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് RJSനെ കുറിച്ച്, എല്ലാ RJSൻ്റെ ലൈഫിനെ കുറിച്ചൊരു പുസ്തകം എഴുതാമെന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു. പക്ഷെ അതിന് കുറേ കൂടെ സമയം വേണമെന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോഴാണ് ലക്ഷ്മിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയത്. അതിൽ ഈ ഡിപ്രഷൻ വന്ന ഒരാളുടെ മനസ്സിനെ കുറിച്ച് ലക്ഷ്മി വളരെ ഇമോഷണലായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും പറയുന്നു. അപ്പം ആ വാക്കുകൾ വല്ലാതെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഈ മോശം കമൻറ്റുകൾ ഇടുന്ന ആളുകളുണ്ട്. പിന്നെ ലക്ഷ്മിയും മിഥുൻ ചേട്ടൻ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത് കാണാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അത് തകർപ്പൻ കോമ്പാണ്. റിയൽ ലൈഫും തമ്മിലുള്ളൊരു വ്യത്യാസം ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു, ലക്ഷ്മി ചേച്ചി സമ്മതിച്ചിരുന്നെങ്കിൽ ചെയ്താൽ നല്ലതാണ്, അപ്പോൾ കിട്ടിയാൽ നല്ലത്, എന്നാൽ ഒന്ന് ചോദിച്ചു നോക്കാം എന്നുള്ളതിൽ ചോദിച്ചതാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അത് ആള് ചോദിച്ചപ്പോൾ തന്നെ സമ്മതിച്ചു. ഒന്നും ആലോചിക്കട്ടെന്ന് പോലും പറഞ്ഞില്ല. അതാണ് മിഥുൻ ഇന്ന് ഈ പ്രകാശന ചടങ്ങിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്മിയോട് ചോദിച്ചിട്ട് ചെയ്യാം, ചോദിക്ക്. പക്ഷേ ആശ ചോദിച്ചെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുമെന്ന് മിഥുൻ പോലും പ്രതീക്ഷിച്ചിരുന്നതാണ് മിഥുൻ പറഞ്ഞു. അതെന്ന് ലക്ഷ്മി ചേച്ചി പറഞ്ഞല്ലോ, ആശൻ എനിക്ക് വിശ്വാസമാണ് എന്ന്, അതങ്ങനെ എഴുതത്തുള്ളൂ. അപ്പോൾ അത് ആ ഒരു വിശ്വാസം ഞാൻ ഒരുപാട് സംരക്ഷിച്ചു എന്നാണ് എൻ്റെ ഒരു. ഇന്ന് നടന്ന ഈ പുസ്തക പ്രകാശന ചടങ്ങിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഒരു സീരിയസ്നെസ്സിൽ പോകുന്നതാണ്. പക്ഷേ തികച്ചും ഫണ്ണായിട്ടുള്ള എലിമെന്റുകളായിരുന്നു നമുക്ക് ഈ പ്രകാശന ചടങ്ങ്. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനുപേട്ടനായിരുന്നാലും ശരി, മിഥുനായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പറയുന്നു, കൊടുക്കൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു അവിടുത്തെ പരിപാടി. അത് വളരെ രസകരമായി തന്നെയാണ് ആ പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത്. ആശയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് എഴുതാൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇല്ല എന്ന് പറയണ്ട, കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞിരുന്നു. അതായത് നമ്മളിന്ന് രാവിലെ സംസാരിച്ച ഒരു ആഗ്രഹം, അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത് ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ കുറച്ച് നന്നായിരിക്കും. അതായത് പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെന്ന് ആശ പറഞ്ഞു. നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി. അത് സത്യം പറഞ്ഞാൽ അത് പറയുന്നതിന് മുന്നേ പറയേണ്ട കാര്യം, ഇന്നത്തെ എല്ലാം സന്തോഷമാണ്. പക്ഷേ സന്തോഷത്തിനപ്പുറം എനിക്ക് ഭയങ്കര വിഷമാണെന്ന് വെച്ചാൽ ഉണ്ണിസാറിൻ്റെ പ്രസൻസ് ഇന്നത്തെ പുസ്തക പ്രകാശന വേളയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതെനിക്ക് ഇൻറ്റേർണലി ഞാൻ സാറിന് 2 പ്രാവശ്യം വിളിച്ച് പറയുകയും ചെയ്തു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, അടുത്ത വർഷം സാറിനോട് പറഞ്ഞിട്ട് പുസ്തകങ്ങൾ എഴുതി അല്ലെങ്കിൽ രചനകൾ എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് അടുത്ത വർഷം ഒരു പുസ്തകമാക്കി മന്നത്തിൻ്റെ ഒപ്പം നിന്ന് ചെയ്താൽ നല്ലത്. തീരുമാനിച്ചിട്ടൊന്നുമില്ല, ഒരാഗ്രഹമാണ്. അത് ഇപ്രാവശ്യം സാറിനോട് പറയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കട്ടെ, നടക്കുവാണെങ്കിൽ ഒത്തുനിന്ന് ചെയ്യാമെന്ന് വിചാരിക്കും. അതെ, ഒരുപാട് എഴുത്തുകാർ അവരെഴുതിയ അവരുടെ രചനകൾ ഇപ്പോഴും പുറം ലോകം കാണാതെ, വെളിച്ചം കാണാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ട്. അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു ഒരു ചെറിയ ശ്രമം. അത് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. പക്ഷെ അതിന് നല്ലൊരു സ്ട്രോങ് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ അത്തരം കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പം ഇപ്രാവശ്യം ധൈര്യമായിട്ട് അത് ഉണ്ണിസാറിനോട് പറയാവുന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഉള്ളത്. എന്തായാലും ഒരുപാട് ചിത്രങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് ലക്ഷ്മി ഭാവം എന്നത്. ഇത് നിങ്ങൾ വായിക്കണം. ഇത് ഒരുപക്ഷെ മിഥുൻ്റെയും ലക്ഷ്മിയുടെയും ഒക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏടുകൾ ഇതിനകത്ത് വരച്ച് കാട്ടിയിട്ടുണ്ട് ആശ എന്നുള്ളതിൽ തർക്കമില്ല. കാരണം അവരുടെ ജീവിതയാത്രയിൽ അവരുടെ പ്രണയം, അവരുടെ സങ്കടം, സന്തോഷം എല്ലാം ഉണ്ട്. നമ്മുടെ ശംഭുപ്പൂച്ചയും അമ്മിണിപ്പെട്ടിയും ഒക്കെ ഇതിനകത്ത് കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ട്. അവരുടെ വിശേഷങ്ങളും വിവരങ്ങളും അവരുടെ ചിത്രങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. ഇതൊരു വളരെ നല്ലൊരു പുസ്തകമാണ്. ഇന്ന് പ്രകാശന ചടങ്ങ് നടന്നപ്പോൾ തന്നെ നമ്മുടെ വായനക്കാർ, ഇത് വായിച്ച ആളുകൾ ആശയെ കൃത്യമായി അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്തു. ലക്ഷ്മി ഭാവം, ഇത് ലക്ഷ്മിയുടെ ഒരുപാട് ഭാവങ്ങൾ ഈ പുസ്തകത്തിനുള്ളിലുണ്ട് എന്നുള്ളത് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഷാർജ ബുക്ക് ഫെയറിൽ വന്ന് വാങ്ങാം. നമ്മുടെ ലിബിയുടെ കൗണ്ടറിൽ ലഭ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ അടുത്തേക്ക് ഈ പുസ്തകം ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും.
അപ്പോൾ ആശ ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ, ഒരുപാട് എഴുതാൻ സാധിക്കട്ടെ, ഒരുപാട് ചിന്തിക്കാൻ സാധിക്കട്ടെ, ഒരുപാട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ഒപ്പം ഞങ്ങളെയും കൂടെ കൂട്ടുന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.